السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആദ്യം മുതൽ ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ വഫാത്തിന് ശേഷം പിന്നെ ഉപ്പാപ്പയുടെ വീട്ടിലാകുന്നതും അതിനുശേഷം 8-ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ മരണപ്പെട്ട് കൊച്ചാപ്പയുടെ വീട്ടിലാകുന്ന സംഭവങ്ങൾ വരെയുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും നമ്മൾ അറിയാതെ പോയ, മനസ്സിലാക്കാതെ പോയ, കാണാതെ പോയ, പഠിക്കാതെ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊരു ഭാഗത്തെ പറ്റിയാണ്. നമുക്കെപ്പോഴും ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നേതാവ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഉപ്പ എന്ന നിലയിൽ, ഉപ്പാപ്പ എന്ന നിലയിൽ, കൂട്ടുകാരൻ എന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിൽ, ഇങ്ങനെയൊക്കെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു യുവാവ് എന്ന നിലയിൽ, ഒരു കുട്ടി എന്ന നിലയിൽ, ഒരു ബാലൻ എന്ന നിലയിൽ, ഒരു കൗമാരക്കാരൻ എന്ന നിലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്നത് പലപ്പോഴും നമ്മൾ പറയാനോ പഠിക്കാനോ അറിയാനോ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല, കുറവായിരിക്കും. നമുക്കാകെ അറിയാവുന്നത് അൽ അമീനായിരുന്നു, സത്യസന്ധനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബികളുടെ സത്യസന്ധത മുഖേന നുബുവത്തിന് മുമ്പ് ആ നാട്ടിൽ അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്നു എന്നുള്ള ചെറിയ കുറച്ച് വിവരണങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കുട്ടി, എന്ന ബാലൻ, എന്ന കൗമാരക്കാരൻ, എന്ന യുവാവ് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 വയസ്സിൻ്റെയും 20 വയസ്സിൻ്റെയും ഇടക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ നമ്മൾ കൗമാരം, ബാല്യം, യുവത്വം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു പീരീഡിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്ലാസ് കേൾക്കുന്ന യങ്സ്റ്റേഴ്സായ ആളുകളുണ്ടെങ്കിൽ, 10ൻ്റെയും 20ൻ്റെയും ഇടയിലുള്ള ആളുകളുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹബീബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഹബീബ് നിങ്ങളുടെ പ്രായത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന്. 15, 14, 13, 18, 19, 20 ഒക്കെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെ ആയിരുന്നപ്പോൾ അവിടുന്ന് ഏത് തരത്തിലുള്ള സ്വഭാവക്കാരനായിരുന്നു, ഏത് തരത്തിലുള്ള മിസാജ് ഉള്ള ആളായിരുന്നു, ഇൻട്രോവേർട്ടായിരുന്നോ എക്സ്ട്രോവേർട്ടായിരുന്നോ, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ക്യാരക്ടറിനെ വിലയിരുത്തുക. ഏത് രീതിയിലുള്ള ആളായിരുന്നു എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ഇൻഷാ അല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ബാല്യകാലത്തെക്കുറിച്ച്, യുവത്വകാലത്തെക്കുറിച്ച് നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊരാഗ്രഹം ഉണ്ടാകും, എൻ്റെ റസൂലിനെ പോലെ എനിക്കും ആകണം. ആ കാലഘട്ടം വിട്ട് കടന്നവർക്കൊരു വേദന ഉണ്ടാണ്, പക്ഷേ ചെറുപ്പകാലത്ത് എൻ്റെ റസൂലിനെ പോലെ എനിക്കാകാൻ പറ്റിയില്ലല്ലോ എന്നൊരു വേദന നമ്മളെ വേട്ടയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്യാരക്ടർ ആ ഒരു സമയത്തെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ഒന്ന്, മാന്യതയുടെ അങ്ങേയറ്റത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാന്യതയ്ക്ക് നിരക്കാത്ത, നമ്മൾ കൾച്ചറിന് നിരക്കാത്ത, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഒരു സ്ഥലത്തും നബി തങ്ങൾ ചെയ്തിരുന്നില്ല. കുടുംബത്തിലായിരുന്നാലും ചെയ്തിരുന്നില്ല, പുറത്തായിരുന്നാലും ചെയ്തിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അബൂ താലിബിൻ്റെ വീട്ടിൽ പൊതുവെ സാമ്പത്തികമായിട്ട് പിന്നോട്ടായിരുന്നു അബൂ താലിബ് എന്ന് നമ്മൾ പറഞ്ഞു, തങ്ങളുടെ കൊച്ചാപ്പ. ആ അബൂ താലിബിൻ്റെ വീട്ടിൽ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോഴുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം എത്തും. നിബിധങ്ങൾ വരാതെ ഒന്നിച്ചോ കൂട്ടായിട്ടോ അല്ല ഒറ്റക്കായിട്ടോ ആണ് അവർ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആർക്കും തികയാതെ വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ ഭക്ഷണം ആരും കഴിക്കരുതെന്ന് അബൂ താലിബ് കൽപ്പിക്കുമായിരുന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മക്കളൊക്കെ, ബാക്കിയുള്ളവരൊക്കെ വിശന്നിരിക്കും, നിബിധങ്ങൾ വരുന്നവരെ കാത്തിരിക്കും. നിബിധങ്ങൾ വന്നാൽ മാത്രമേ അബൂ താലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ വന്നാൽ മാത്രമേ അബൂ താലിബ് ഭക്ഷണം വിളമ്പുകയുള്ളൂ. അപ്പോൾ ഈ നബിതങ്ങൾ വന്നിരുന്ന് ഈ ഭക്ഷണം വിളമ്പുമ്പോൾ തന്നെ കുട്ടികളാണല്ലോ ബാക്കിയുള്ളവരൊക്കെ, അവരൊക്കെ ആ വിശപ്പിൻ്റെ ആർത്തിയുടെ കടുപ്പത്താൽ ചാടിക്കറി അതിലേക്ക് കൈയിടുകയും വലിച്ചു വാരി എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയില്ലാത്ത കുട്ടിയാണെങ്കിലും ഉപ്പയില്ലാത്ത കുട്ടിയാണെങ്കിലും വിശപ്പും ആവശ്യങ്ങളൊക്കെ അധികം ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിച്ചിട്ട് തൻ്റെ മാന്യത കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, 8 വയസ്സ് കഴിഞ്ഞ് 10 വയസ്സിൻ്റെ ആ ഒരു പ്രായത്തിലെത്തിയിരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ മാന്യത കാണിക്കുന്നത്. ഈ ബാക്കിയുള്ള കുട്ടികളുടെ കൈയിട്ട് വാരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കാതെ നബി തങ്ങളിങ്ങനെ മാറിയിരിക്കുമായിരുന്നു. വിശപ്പ് സഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ അടിയിടുകയോ, നമ്മളൊരു അലച്ചാതിത്തരം എന്നൊക്കെ സാധാരണ ഭാഷയിൽ പറയാറുണ്ട്, അങ്ങനെ ഒരു അലച്ചാതിത്തരം കാണിക്കാതെ, ഒരു അത്യാഗ്രഹം കാണിക്കാതെ നബി തങ്ങൾ ഇങ്ങനെ മാറി നിന്ന് അവർക്കിങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുക്കാറ്. അവരുടെ കൂടെ അടിയിടൂലായിരുന്നു, പിടിച്ചു വലിക്കില്ലായിരുന്നു. മാന്യതയുടെ പ്രതീകമായിരുന്നു. അപ്പോൾ അബൂ താലിബ് അത് നോട്ട് ചെയ്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, അബൂ താലിബ് അത് നോട്ട് ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. കാരണം മാറ്റിയിരുത്താൻ പറ്റില്ല, ഭക്ഷണം എല്ലാവർക്കും തികയില്ല, ആ ബറക്കത്ത് നഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ തന്നെ ഇരുത്തുമെങ്കിലും നിബിതങ്ങളുടെ ഭക്ഷണം മാത്രം മാറ്റി ഒരു പ്രത്യേക പാത്രത്തിൽ വെച്ചിട്ട് വേറെ തന്നെ കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മാന്യനായ കുട്ടി ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങും. അപ്പോൾ പട്ടിണി സഹിച്ചാലും മാന്യത അടിയറവ് വെക്കാത്തൊരു സ്വഭാവമായിരുന്നു ചെറുപ്പകാലത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടിണി ചിലപ്പോൾ നബിതങ്ങൾ സഹിക്കും, വിശന്ന് ഭക്ഷണം കഴിക്കാതെ നബിതങ്ങൾ ഇരിക്കും, പക്ഷേ തൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മളും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മാന്യത നമുക്കുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്ത, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക, നമുക്ക് ഒരു മുസ്ലിം എന്ന നിലയിൽ, അല്ലെങ്കിൽ നല്ല തറവാട്ടിൽ പിറന്ന ആളെന്ന നിലയിൽ, നല്ല കുടുംബത്തിൽ പിറന്നവരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പലതും ഉണ്ടാവും. അത് ചിലപ്പോൾ മതത്തിൻ്റെ കണ്ണിലൂടെ ചെയ്യാൻ പാടില്ലാത്തതുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മാന്യത എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകൻ്റെ അനുയായികൾ. ഇപ്പോൾ നമ്മൾ പറയും മുസ്ലിം സമുദായം അങ്ങനെ, മുസ്ലിം സമുദായം ഇങ്ങനെ എന്ന് നമ്മളും പലപ്പോഴും പലരെയും കുറിച്ച് അവനെ കണ്ടില്ല ഇവനെ കണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മളോ പലപ്പോഴും മാന്യതയ്ക്ക് മാന്യതയ്ക്ക് യോജിക്കാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നത് അവസാനിപ്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം മുന്നിൽ വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തിരുത്തേണ്ടടുത്ത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള ഒരാൾക്കും എന്നെക്കുറിച്ച് ഒരു പരാതി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആ പ്രായത്തിൽ നബി തങ്ങളുടെ ക്യാരക്ടറിനെ വിശദീകരിക്കുന്ന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത് വായിക്കാം. അത് മുഹമ്മദ് ബിൻ സഅദ് അല്ലെങ്കിൽ ഇബ്നു ഇസ്ഹാഖ് റഹിമുള്ള വാഖിദി റഹിമുള്ള ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിലെ അവസ്ഥ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനുഹും ഖുലുഖ അഫ്ളലു ഖൗമിഹി മുറൂഅ. ഈ 13-14 വയസ്സുള്ള കുട്ടിയായിരുന്നു അന്നത്തെ ജനതയുടെ, ആ സമൂഹത്തിലെ ഏറ്റവും മാന്യതയുള്ളയാൾ. അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവം. അന്ന് ആരൊക്കെ ഉണ്ട് ആ സമൂഹത്തിൽ? വലിയ വലിയ നേതാക്കളുണ്ട്, ബാക്കിയുള്ള ആളുകളെ കിടുകിട വിറപ്പിക്കുന്ന വീരശൂര പരാക്രമികൾ, അങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ നേതാക്കളുണ്ട്, പ്രമാണിമാരുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾ. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം, മക്കയിൽ നടന്നു പോകുന്ന ആ ബാലൻ, എല്ലാവരും ശ്രദ്ധിക്കുന്നു, എല്ലാവരും അടക്കം പറയുന്നു, ആ ബാലൻ്റെ സ്വഭാവം അഹ്സനുഹും ഖുലുഖ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല സ്വഭാവമുള്ള, വഅഖറമുഹും മുഖാലതൻ വഅഹ്സനുഹും ജിവാറ വഅഅലമുഹും ഹിൽമൻ വഅമാന. എന്തെല്ലാം നല്ല വാക്കുകൾ ഒരു മനുഷ്യനെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സഹാബാക്കൾ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചതായിട്ട് കാണാം. മാ റുഇയ മുലാഹിയൻ വലാ മുമാരിയൻ അഹദന്ന. ആ ചെറുപ്പകാലത്ത് 13-14 വയസ്സുള്ള സമയം മുതൽ ഒരൊറ്റ മനുഷ്യനോടും ഒരിക്കൽ പോലും തർക്കിക്കുന്നതായിട്ട്, അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് ആരും നബി തങ്ങളെ കണ്ടിട്ടില്ല. അല്ലാഹു അക്ബർ. ആ കുട്ടിയുടെ ആ ഒരു മഹത്വം ആലോചിച്ച് നോക്കിയേ. ആ മക്കത്തെ കാലത്തേക്ക് നമ്മളൊന്ന് വെറുതെ കണ്ണടച്ചെത്തിയിട്ട് ആ കുട്ടിയെ അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കണം. എപ്പോഴും നല്ല ബഹുമാനത്തോടെ, നമ്മൾ പറയില്ല അതവും ചിട്ടയുള്ള കുട്ടി, നല്ല അദബ് കിട്ടിയ കുട്ടി. ഒരുപക്ഷെ ഉമ്മയില്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിലും ആരാണ് ഈ കുട്ടിയെ തർബിയത്ത് ചെയ്തത്, ആരാണ് ഈ കുട്ടിയെ അദബ് പഠിപ്പിച്ചത്? പിന്നീട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എൻ്റെ റബ്ബാണ് എനിക്ക് അദബ് പഠിപ്പിച്ചത്, അവൻ എത്ര നല്ല തഅദീബാണ്, എത്ര നല്ല അദബ് പഠിപ്പിക്കലാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് തഅദീബ് ചെയ്ത ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിലും ഉയർന്ന രീതിയിലായിരുന്നു. സാധാരണഗതിയിൽ യുവാക്കളാവുമ്പോൾ പല ചിന്തകളുണ്ടാവും, വൈകാരികമായ പ്രേരണകളൊക്കെ ഉണ്ടാവും. അവരുടെ മനസ്സ് മോശത്തരത്തിലേക്ക്, പ്രത്യേകിച്ച് പിന്നെ എതിർ ലിംഗത്തിലുള്ള സ്ത്രീകളിലേക്കൊക്കെ അവരുടെ മനസ്സുകൾ ഇങ്ങനെ തെറ്റും, സ്വാഭാവികമാണത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ രാത്രികളിൽ പല പാർട്ടികളും പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അഴിഞ്ഞാട്ടവും നൃത്തവും സംഗീതവും അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അന്നത്തെ യുവാക്കൾ ഉറക്കമൊഴിക്കുന്ന രീതി. ഇന്നത്തെ യുവാക്കൾ പോലെ ക്ലബ്ബിൽ പോവുക, പബ്ബിൽ പോവുക, അടിച്ചു പൊളിക്കുക, പാർട്ടി നടത്തുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അന്നും അങ്ങനെയുള്ള സിസ്റ്റം, അവരുടേതായ രീതിയിലുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കുകയോ പോകുകയോ ചെയ്തിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊക്കെ മാന്യതയോടുകൂടി മാറി നിൽക്കുമായിരുന്നു. പക്ഷേ 2 രാത്രികളിൽ, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, 2 രാത്രികളിൽ ഇങ്ങനെയുള്ള പാർട്ടികളിൽ പങ്കെടുക്കണമെന്നുള്ള ടെൻഡൻസി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ടായി. ആ രാത്രികളിൽ എന്താണ് പിന്നെ സംഭവിച്ചത്? അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. എല്ലാം കിതാബിൽ നിന്ന് വായിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, മാ ഹമംതു ബിശൈഇൻ മിമ്മാ കാന അഹ്ലുൽ ജാഹിലിയ്യ യഹുമൂന ബിഹി മിനൻ നിസാ ഇല്ലാ ലൈലത്തൈൻ. സാധാരണ അന്നത്തെ ജാഹിലിയത്തിൻ്റെ ആളുകൾ, യുവാക്കൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കാണണം, കേൾക്കണം, പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പരിപാടികളിൽ ആകെ പോകണമെന്ന് എനിക്ക് തോന്നിയത് 2 രാത്രി മാത്രമാണ്. അന്നത്തെ യുവാക്കളെ പോലെ അടിച്ചു പൊളിച്ച് കഴിക്കണമെന്ന് തോന്നിയത് 2 രാത്രികൾ മാത്രമാണ്. അതിൽ ഒന്നാമത്തെ രാത്രി ഞാനും എൻ്റെ കൂട്ടത്തിൽ വേറൊരു സുഹൃത്തും മലമ്പ്രദേശങ്ങളിൽ, താഴ്വാരങ്ങളിൽ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ആളോട് പറഞ്ഞു, അബ്സർലി ഖനമി, എൻ്റെ ആടുകളെ കുറച്ച് നേരത്തേക്ക് ഒന്ന് നോക്കണേ. ഹത്ത അദ്ഖുല മക്ക, ഞാൻ എന്താക്കാം മക്കത്തിൻ്റെ പട്ടണത്തിലേക്കൊന്ന് പോയി സാധാരണ കമ യസ്മുറുൽ ഫിത്തിയാൻ, യുവാക്കൾ എങ്ങനെയാണോ രാത്രികാലം അടിച്ചു പൊളിക്കുന്നത് അതുപോലെ ഞാനും ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് ഇന്നത്തെ ദിവസം തിരിച്ചു വരാമെന്ന് പറഞ്ഞു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നിന്ന് ആ 4-ാമത്തെ വയസ്സിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ജിബ്രീൽ ഒരു കറുത്ത സാധനം എടുത്തെറിഞ്ഞിരുന്നു. അത് ഷെയ്ത്താൻ്റെ ഹദ്ദാണ്, ഷെയ്ത്താൻ്റെ പ്രേരകങ്ങൾ, വസ്വാസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പരിധി വരെ എന്തായാലും ഉണ്ടാവില്ല. അത് ജിബ്രീൽ എടുത്ത് ഒഴിവാക്കി. പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? എതിരെ വരുന്ന ആളുകളോട് അട്രാക്ഷൻ തോന്നുന്ന, സ്ത്രീകളോടൊക്കെ താല്പര്യം തോന്നുന്ന തരത്തിലാണ് ഒരു മനുഷ്യനെ, ഒരു ആണിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ വൈകാരികമായ ഉള്ളിലുള്ള വികാരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിക്ക് അന്ന് ഒന്ന് പോകണമെന്ന് തോന്നി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടത്തിലുള്ള ആളെ, തൻ്റെ ആടുകളെയൊക്കെ ഏൽപ്പിച്ചിട്ട് നബി തങ്ങൾ പോയി മക്കത്തെ പട്ടണത്തിലെത്തി. ആദ്യത്തെ വീട് കണ്ടപ്പം അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഭയങ്കര ശബ്ദം കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മഹാദ, ഇതെന്താ? അവർ തസവ്വജ ഫുലാനുൻ ഫുലാന, ഇന്ന വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരുടെ നിക്കാഹായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി അവിടെ വിവാഹ പാർട്ടി, വെഡ്ഡിങ് പാർട്ടി നടക്കുകയാണ്. അപ്പോൾ അന്നത്തെ വെഡ്ഡിങ് പാർട്ടി എന്നൊക്കെ വളരെ മോശമായ പല കാര്യങ്ങളും അരങ്ങേറുന്ന, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള മുഴുവൻ മോശത്തരങ്ങളിൽ നിന്ന് കാക്കട്ടെ. അന്നത്തെ വെഡ്ഡിങ് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശമായ പല കാര്യങ്ങളും അരങ്ങേറുന്ന, നൃത്തവും ആഭാസവും ഒക്കെ അരങ്ങേറുന്ന ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ വിചാരിച്ചു ഏതായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം കണ്ട് ആസ്വദിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഫജലസ്തു അന്നുറു, ഞാനങ്ങനെ അതിനെ നോക്കാൻ വേണ്ടി, ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിലും ചെവിയിലും ഒക്കെ ഒരു മൂടൽ വന്നു. എന്നിട്ട് പറയാം, വല്ലാഹി മാ ഐഖളനി ഇല്ലാ മസ്സു ശംസ്, പിന്നീട് ഞാൻ എന്നെ നെട്ടി എഴുന്നേൽപ്പിച്ചത് സൂര്യൻ്റെ ചൂടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് അതിലൊന്ന് പങ്കെടുത്താലോ പോയിരുന്നാലോ എന്ന് റസൂലുള്ള ആലോചിക്കലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയി, അല്ലെങ്കിൽ ഉമ്മ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയി എന്ന് പറയാൻ ഒരു ഉമ്മയും വാപ്പയും ഇല്ലെങ്കിലും ആ ഉമ്മയുടെയും വാപ്പയുടെയും സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നമ്മുടെ ഹബീബിനെ ഏറ്റെടുത്ത് അള്ളാഹു ഇടപെട്ടു. അള്ളാഹു കണ്ണും കാതും ഒക്കെ മൂടി. പിന്നെ റസൂൽ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ്? സൂര്യൻ്റെ ചൂട് നബിതങ്ങളുടെ മേലിൽ ഏൽക്കുമ്പോഴാണ് റസൂൽ നെട്ടി എഴുന്നേൽക്കുന്നത്. അപ്പോഴത്തേക്ക് പാർട്ടിയെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പോയി. ഫറജഅതു ഇലാ സാഹിബി, ഞാൻ ഓടി തിരിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കലേക്ക്, ആടിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്നെ കണ്ടപാടവൻ ആവേശത്തോട് ചോദിച്ചു, മാ ഫാൽത്ത്, എന്ത് പറ്റി, നീ എന്താ അടിച്ചു പൊളിച്ചോ, എന്തെങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി എന്ന് ചോദിക്കുമല്ലോ. റസൂൽ പറഞ്ഞു, മാ ഫാൽത്തു ഷിയ, ഞാൻ ഒരു അടിച്ചുപൊളിയുമില്ല. സുമ്മ അഖ്ബർതു ബില്ലദീ റഅയ്തു, പിന്നെ നടന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ വിവരിച്ചു കൊടുത്തു. പിന്നെയും സെയിം സംഭവം മറ്റൊരു രാത്രിയും നടന്നു. അന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതേപോലെ തന്നെ കാത്ത് സംരക്ഷിച്ചു. റസൂലുള്ളാഹി പറയാ, പിന്നെ അതിനുശേഷം ഫവല്ലാഹി മാ ഹമംതു വലാ ഉത്തു ബഅദഹാ ലിശൈഇൻ മിൻ ദാലിക് ഹത്താ അക്രമനില്ലാഹു അസ്സ വജൽ ബിനുബുവതി, പിന്നെ അതിനുശേഷം അള്ളാഹു അവൻ്റെ നുബുവത്ത് കൊണ്ട് എന്നെ ബഹുമാനിക്കുന്ന ആ ദിവസം വരെ ഇങ്ങനത്തെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ആ 2 രാത്രി മാത്രമേ എനിക്ക് ചിന്ത വന്നിട്ടുള്ളൂ. 2 രാത്രിയും അള്ളാഹു എന്നെ സംരക്ഷിച്ചു. അതിനുശേഷം നുബുവത്ത് കിട്ടുന്നവരെ ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ ആക്റ്റീവായ, വളരെ മാന്യനായ, നല്ല സ്വഭാവമുള്ള, ജനങ്ങളെ കൊണ്ടൊക്കെ നല്ലത് പറയിപ്പിച്ച, നല്ല പല ഗുണങ്ങളുടെയും ഉടമയായിട്ടായിരുന്നു ആ കുട്ടിയെ, ആ ബാലനെ നമുക്ക് കാണാൻ കഴിയുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ 2 സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അത് അബ്ദുൽ മുത്തലിബിൻ്റെ, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ വഫാത്തായി 6-ാം വയസ്സിൽ വഫാത്തായിട്ട് പിന്നെ 2 വർഷം എവിടെ താമസിക്കുന്നത്? അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിൽ. നമുക്കറിയാം അബ്ദുൽ മുത്തലിബ് ആ സമയത്ത് വയസ്സായ ആളായിരുന്നു, വൃദ്ധനായിരുന്നു. അന്ന് നാട്ടിലെ നേതാവാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തീർക്കാനുണ്ട്. മാത്രമല്ല ചില റിവായത്തുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന് അന്ധനും കൂടിയായിരുന്നു, കണ്ണ് കാണാത്ത ആൾ കൂടിയായിരുന്നു.
അബൂലഹബായിരുന്നു, മകൻ അബൂലഹബായിരുന്നു അബ്ദുൽ മുത്തലിബിനെ പല സ്ഥലത്തും ഇങ്ങനെ കൈ പിടിച്ചു കൊണ്ടുപോയിരുന്നതെന്ന് ഇബ്നു കസീറൊക്കെ ഉദ്ധരിക്കുന്ന റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും തിരക്കുള്ള ശാരീരികമായിട്ട് അവശതകളുള്ള അബ്ദുൽ മുത്തലിബ് ഒരു പക്ഷേ അത്രമാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ആ സമയത്ത് പലപ്പോഴും നബിതങ്ങളെ കെയർ ചെയ്തത്, നബിതങ്ങൾക്ക് ഈ ലോൺലിനെസ് ഫീൽ ചെയ്യാതെ നബിതങ്ങളെ നോക്കിയത് ആരായിരിക്കണം? അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യയായിരിക്കണം. പക്ഷേ ചരിത്രത്തിൽ ഈ സ്ത്രീയെക്കുറിച്ചുള്ള, ഖേദകരമെന്ന് പറയട്ടെ, ഈ കുറിച്ചുള്ള പരാമർശം വളരെ കുറവാണ്. ചരിത്രകാരന്മാർ അങ്ങനെ ഈ സ്ത്രീയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം നബിതങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവണം ഈ സ്ത്രീ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. 2 വർഷമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട 2 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയ സ്ത്രീയാണ്. അതിനുശേഷം നബിതങ്ങൾ വീണ്ടും എവിടെയാണ് പോയത്? അബൂ താലിബിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിരുന്നത്. അപ്പോൾ ഈ സ്ത്രീയും അലി റളിയല്ലാഹുവിൻ്റെ ഉമ്മയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാണ്. കാരണം അബൂ താലിബ് പറഞ്ഞ പോലെ കച്ചവടത്തിന് പോകും, പിന്നെ നാട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോകും. അപ്പോഴൊക്കെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റിയിരുന്നത്, പരിപാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം റളിയല്ലാഹു അൻഹ, അവർ പെട്ടെന്ന് തന്നെ മുസ്ലിമായി, പിന്നെ നബി തങ്ങളുടെ കൂടെ ഹിജ്റ ചെയ്തു. അവരെക്കുറിച്ചുള്ള പരാമർശം ചരിത്രത്തിൽ ഒരുപാട് കാണാം. മദീനത്ത് വെച്ചാണ് അവർ മരണപ്പെടുന്നത്. ആ മരണപ്പെട്ടതിന് ശേഷം അവരെ മക്കയിൽ കൊണ്ട് അടക്കുന്നതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. നബി തങ്ങൾക്ക് എന്തെങ്കിലും ഹദിയകൾ കിട്ടിയാൽ, സമ്മാനങ്ങൾ കിട്ടിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്ക് കൊടുത്തയക്കുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നീട് ഒരിക്കലും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് അവരെക്കുറിച്ച് പറയാം, അവരുടെ മരണത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ. ഈ 2 സ്ത്രീകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ സ്ത്രീകളാണ് എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്നറിയോ? എന്താ? ഇവരുടെ പേരാണ്. ഇവരുടെ പേരെന്താണെന്നറിയോ? 2 പേരുടെയും പേര് ഒരേ പേരായിരുന്നു. ഒരാളുടെ പേര് ഫാത്തിമ ബിൻത്ത് അമ്റും, രണ്ടാമത്തേത് ഫാത്തിമ ബിൻത്ത് അസദും. ഇവരത്രയും അധികം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ടായിരിക്കണം പിന്നീട് കരളിൻ്റെ കഷ്ണമായ ഒരു മകൾ ജനിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തുവെച്ച പേരെന്ന പോലെ ആ മകൾക്ക് ഫാത്തിമ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ എന്ന് പേരിട്ടത്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ഈ ഫാത്തിമ ബിൻത്ത് അമ്ർ, അബ്ദുൽ മുത്തലിബിൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ ചെറിയ പരാമർശം മാത്രമേ ചരിത്രത്തിൽ കാണൂ. ഒരുപാട് പരതിയിട്ട പേര് തന്നെ കിട്ടിയത്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ശരിക്കും ഒരുപാട് പഠിക്കണമായിരുന്നു. കാരണം നബിതങ്ങളുടെ ജീവിതത്തിൽ അത്രയും അത് നബിതങ്ങൾ പറഞ്ഞതല്ല കേട്ടോ, എൻ്റെ ഉമ്മാമ്മമാർക്ക് അങ്ങനെ പേരായതുകൊണ്ട് ഞാൻ പേരിട്ടു എന്ന് റസൂലുള്ള പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും റസൂലുള്ള ഇത്രയും ബാക്കിയുള്ള മക്കൾ ജനിച്ചപ്പോഴൊന്നും ആ പേരിട്ടിട്ടില്ല. പിന്നെ ഒരു കരളിൻ്റെ കഷ്ണമായ ഒരു മകൾ ജനിക്കുമ്പോഴാണ് ആ മകൾക്ക് ഒരു കാത്തുവെച്ച പേരുണ്ടാവുമല്ലോ, അങ്ങനെ ഇടുന്നത് പോലെ റസൂലുള്ള ഇടുന്നതായിട്ട് നമുക്ക് കാണാം. അതൊരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി ഏറ്റവും കൂടുതൽ തന്നെ സ്വാധീനിച്ച 2 വ്യക്തികളുടെ പേരായതുകൊണ്ടായിരിക്കണം നബിതങ്ങൾ അങ്ങനെ പേരിട്ടത്. അല്ലാഹു അലം. ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുട്ടിയായിരിക്കുന്ന സമയത്ത് 12ാമത്തെ വയസ്സിൽ അവിടുത്തെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടന്നു. അബൂ താലിബ് ആ സമയത്ത് ഷാമിലേക്ക്, സിറിയയിലേക്ക്, അന്ന് സാധാരണ ഖുറൈശി കച്ചവടക്കാർ യാത്ര ചെയ്യുന്നത് പോലെ സിറിയയിലേക്ക് യാത്ര പോവാം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ കൊണ്ടുപോയി. ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ആവശ്യപ്പെട്ടു, കരഞ്ഞു എന്നാണ്, എൻ്റെ ഉപ്പയില്ലാതെ, എൻ്റെ ഉമ്മയില്ലാതെ നിങ്ങളിവിടെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങളും പോവാണോ, എന്നെ കൂടെ കൊണ്ടുപോയി കൂടെ എന്നൊക്കെ പറഞ്ഞു. കാരണം അത്യാവശ്യം ആടുകളൊക്കെ മേയിച്ച് നടക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകവിവരം വെക്കാനുള്ള പ്രായമായി. ഇനി ലോകത്തെന്തെല്ലാം നടക്കുന്നതെന്ന് അറിയണം, കച്ചവടം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, ജീവിതം കുറച്ചുകൂടി കുറിപ്പിടിപ്പിക്കണം, അതുപോലെ ജീവിതത്തിൽ കുറച്ചുകൂടി പ്രോഗ്രസ് ഉണ്ടാവണം, എന്നൊക്കെ ചിന്ത ചെറിയ ബാലൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഉണ്ട്. അപ്പോൾ ഈ കച്ചവടത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, യാത്രകൾ പോകാൻ, അനുഭവ സമ്പത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചാപ്പയോട് കുറേ നിർബന്ധം പിടിക്കുകയും അവസാനം കൊച്ചാപ്പ കൂട്ടത്തിൽ കൂട്ടാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ യാത്ര പോയി. ബുസ്ര എന്ന് പറഞ്ഞ ഒരു പട്ടണം, ഷാമിൻ്റെ അടുത്ത്, നമ്മളെ ബസറയല്ല, ഇറാഖിലെ ബസറയല്ല, ബുസ്ര എന്ന് പറഞ്ഞ ഷാമിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്തെത്തി. അവിടെ സാധാരണ അവർ യാത്ര പോകുന്ന സമയത്ത് ഇറങ്ങി വിശ്രമിക്കുന്ന, നമ്മളെ ഗൾഫിലൊക്കെ നമ്മൾ മക്ക മദീനത്തൊക്കെ പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പ്, ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റപ്പ് ഉണ്ടാവും. അതുപോലെ അവർ സാധാരണ യാത്രയുടെ നടുക്ക് ഇറങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പുരോഹിതൻ്റെ ഒരു മഠവുണ്ട് അവിടെ, അയാൾ സന്യാസ മഠവുണ്ട് അവിടെ. സാധാരണഗതിയിൽ ഇവരവിടെ ഇറങ്ങും, വിശ്രമിച്ച് ഇവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീണ്ടും യാത്ര തുടരും. ഈ പുരോഹിതൻ ഒരിക്കൽ പോലും അയാളുടെ മഠത്തിൽ നിന്ന് പുറത്തു വരികയോ ഇവരെ കാണുകയോ സംസാരിക്കുകയോ ഇവരെ എന്തെങ്കിലും സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ വഴിക്ക് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. ഇവരുടെ വഴിക്ക് യാത്രയുടെ ഇടയിൽ ക്ഷീണം മാറ്റിയിട്ട് ഇവരങ്ങ് പോകും. ഇപ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടിയിട്ട് ഖുറൈശികൾ ആ സ്ഥലത്തെത്തി. അവിടെ ഇറങ്ങി അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് പതിവിന് വിപരീതമായി, സാധാരണക്ക് എതിരായി പുരോഹിതനുണ്ട് പെട്ടെന്ന് അയാളുടെ മഠത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അയാൾ പുറത്തേക്ക് വന്നു, എല്ലാവരോടും പറഞ്ഞു, ഇന്നത്തെ ദിവസത്തെ ഭക്ഷണം എൻ്റെ വക. നിർബന്ധപൂർവ്വം അയാൾ ക്ഷണിച്ചു, ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ കഴിക്കണം, ഞാനായിരിക്കും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. അപ്പോൾ വലിയ വർഷങ്ങളായിട്ട് ഈ യാത്ര പോകുന്ന ആളുകളുണ്ട്. അവർ ചോദിച്ചു, വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിലോട്ടല്ലേ പോക്ക്,
ഇതുവരെ നീ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ബഹീറ എന്നാണ് അയാളുടെ പേര്, ബഹീറ നീ ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല, ഇന്നെന്താ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നിനക്ക് ഇത്രയും വലിയ ആവേശം? അദ്ദേഹം പറഞ്ഞു അതൊന്നുമില്ല, അത് എനിക്കിന്നങ്ങനെ തോന്നി, നിങ്ങൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ സമ്മതിച്ചു. രാത്രിയായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും, രാത്രി അല്ല, അടുത്ത ഭക്ഷണത്തിൻ്റെ സമയം, രാത്രിയാണോ പകലാണോ എന്നറിയില്ല, അടുത്ത ഭക്ഷണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ പയ്യനായതുകൊണ്ട്, ഇവരുടെ വലിയ വലിയ ആളുകളുടെ ഇടയിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണ പരിപാടിയിലേക്ക് വന്നിരുന്നില്ല. ആ ഒട്ടകങ്ങളെ നോക്കാനും അതിന് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് സാധന സാമഗ്രികളുടെ കൂടെ റസൂൽ ഇരിക്കുകയായിരുന്നു. ഇയാൾ ഭക്ഷണം കൊടുത്ത് എല്ലാവരും ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ മിസ്സായി പോയവരുണ്ടല്ലോ. അവർ ആരും മിസ്സായിട്ടില്ല, ഞങ്ങളെല്ലാവരും വന്നല്ലോ. അല്ല, ആരോ ഒരാൾ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോഴാണ് കൂട്ടത്തിലുള്ള ആരൊക്കെ പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് അവൻ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടില്ലല്ലോ, അവൻ അവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു അല്ല, നമ്മളെല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു ചെറുക്കൻ മാത്രം ഭക്ഷണം കഴിക്കാതിരിക്കില്ല, എത്ര വലിയ മോശ, അവനെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അയാൾ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിയിട്ട് വന്നു. നബി തങ്ങളെ കൂട്ടിയിട്ട് വന്ന് അവിടെ ഇരുത്തലും ഈ പുരോഹിതൻ ബാക്കി എല്ലാവരും ഫജഅല യതഖല്ലലുഹുമുർ റാഹിബ്, ബാക്കി എല്ലാവരും ഇങ്ങനെ തള്ളി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. നബി തങ്ങളുടെ കൈ പിടിച്ചു. എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഹാദാ സയ്യിദുൽ ആലമീൻ, ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ യബ്അസുഹുമുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. ഇത് മുഴുവൻ ലോകരുടെയും നേതാവാണ്, ഇത് ആലമി റബ്ബുൽ ആലമീൻ്റെ റസൂലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനെ മുഴുവൻ ആളുകൾക്കും റഹ്മത്തായി കരുണയായിട്ട് നിയോഗിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഖുറൈശികൾ ചോദിച്ചു വമാ ഇൽമുക്ക്, നിനക്കെങ്ങനെ ഇത് മനസ്സിലായി? നീ ഇന്ന് വല്ലാത്ത അത്ഭുതപരമായ പലതും കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അയാൾ പറഞ്ഞു സാധാരണ ഇതിൽ ഞാൻ നിങ്ങളെ മൈൻഡാക്കാറില്ല, നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല, പക്ഷേ ഇന്നത്തെ ദിവസം ഈ താഴ്വാരത്തിൽ നിന്ന് നിങ്ങളിങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ ഈ താഴ്വാരത്തിലുള്ള മുഴുവൻ ഷജറുൻ വല ഹജറുൻ, ഈ താഴ്വാരത്തിലുള്ള ഒരു മരവും ഒരു കല്ലും അവശേഷിച്ചിട്ടില്ല ഇല്ലാ ഖറ സാജിദൻ, സുജൂദിൽ വീണിട്ടല്ലാതെ. അതെനിക്ക് കാണാൻ കഴിയും. വല യസ്ജുദാനി ഇല്ലാ ലി നബിയിൻ, മരവും കല്ലും സുജൂദ് ചെയ്യാൻ നബിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വന്നപ്പോൾ ഈ താഴ്വാരത്തിലുള്ള മുഴുവൻ കല്ലുകളും മുഴുവൻ മരങ്ങളും ഒരു നബിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം ഈ കുട്ടി നടന്നു വന്നപ്പം ഒരു മേഘം കണ്ടോ, അവന് തണലിട്ടിട്ട് ഇങ്ങനെ വരുന്നത്? ഇതും ഒരു നബിക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം നോക്കിയത് എന്താണെന്നറിയോ, അവൻ്റെ പെരടിയുടെ പിന്നിലായിട്ട് ഒരു സീലുണ്ടാവും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാൻ പറഞ്ഞു. കുട്ടിയായിരിക്കും നബിതങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ പറയേണ്ടത്, ജനിക്കുമ്പോൾ നബിതങ്ങൾക്ക് ആ സീൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 4 വയസ്സിന് ശേഷം നമ്മളെ ഓപ്പറേഷൻ ഒക്കെ കഴിയുന്നില്ല, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിൽ 2 പെരടിയുടെ അടുക്കുന്ന ഒരു രൂപമായിട്ടുണ്ട്. അതല്ല, ഇടതു ഭാഗത്തേക്ക് കുറച്ച്, അപ്പോൾ പെരടിയുടെ ഇവിടെ ഇടതു ഭാഗത്തേക്ക് കുറച്ച് ഇങ്ങോട്ടായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഉന്തി നിൽക്കുന്ന ഒരു മാംസക്കഷ്ണം, അതിനാ ഈ ഖാത്തമുൻ നുബുവ, നുബുവത്തിൻ്റെ സീല് ഖാത്തമെന്ന് പറയാം, അടയാളം. ആ ഒരു ഖാത്തമുൻ നുബുവ അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഉന്തി നിൽക്കുന്ന ചെറിയൊരു മാംസക്കഷ്ണം. അത് സാധാരണ ഒരു പ്രാവിൻ്റെ മുട്ട കണ്ടിട്ടുണ്ടോ? പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പം എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. വലിയ വലുപ്പമൊന്നുമില്ല, ചെറിയ വലുപ്പം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് രോമങ്ങളും ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു അടയാളം പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഇങ്ങനെ വെളിവായിരുന്നു. ഈ അടയാളമാണ് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളതും മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിന് ഇനി ഒരു നബി വരുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴൊക്കെ ഈ ഒരു അടയാളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ബാക്കിയുള്ള അടയാളങ്ങൾ കണ്ടപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ അങ്ങനെ ആ അടയാളം പ്രാവർത്തികമാക്കാൻ പറ്റി ആരെയും കാണുന്നില്ല. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഓടിപ്പോയിട്ട് പരതിയത് ബാക്കിൽ ഈ അടയാളം ഉണ്ടോയെന്നോ. അദ്ദേഹം പറഞ്ഞു ആ അടയാളവും ഞാൻ കണ്ടു, അതുകൊണ്ട് മനസ്സിലായി ഇവനാണ് ആ നബി എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. നിബിതങ്ങൾ ഇരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാവരും മരത്തിൻ്റെ തണലിൽ ഏകദേശം സ്ഥലം പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. മരത്തിൻ്റെ തണലില്ലാത്തൊരു ഭാഗം ഉണ്ടാവില്ല. ഇപ്പോൾ മരത്തിൻ്റെ തണൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും, ഓരോ സമയത്തിനനുസരിച്ച് ഇങ്ങോട്ടേക്കായിരിക്കുമല്ലോ തണൽ. ഈ തണലിലേക്ക് ബാക്കി എല്ലാവരും ഇരുന്നിട്ടുണ്ട്. തണലില്ലാത്ത ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നത്. പെട്ടെന്ന് ഈ മരത്തിൻ്റെ തണൽ നിബിതങ്ങൾ എവിടെയാണോ ഇരുന്നത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ തണൽ ചായച്ചു കൊടുത്തു. അപ്പം 14-ാമത്തെ 15-ാമത്തെ 16-ാമത്തെ വയസ്സിൽ മക്കയിലൂടെ നടക്കുന്ന ആ ഒരു ബാലനെ, ആ ഒരു യുവാവിനെ, ആ ഒരു കുട്ടിയെ, കൗമാരക്കാരനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമുണ്ട്. എപ്പോഴും തലയുടെ മുകളിൽ ആ കുട്ടിക്ക് ചൂടേൽക്കാതെ, ആ കുട്ടിക്ക് ബുദ്ധിമുട്ടേൽക്കാതെ തണൽ വിരിച്ച് നടക്കുന്ന ഒരു മേഘം എപ്പോഴും റസൂലുള്ളാഹിൻ്റെ മുകളിലുണ്ടാവും. നബിതങ്ങൾ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ ബാക്കിയുള്ള തണലുകൾ അങ്ങോട്ടേക്ക് വന്ന നബിതങ്ങൾക്ക് തണൽ വിരിക്കുമായിരുന്നു. നടന്നു പോകുന്ന വഴിക്ക് ചില കല്ലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് സലാം പറയുമായിരുന്നു. അധികവും എല്ലാ കല്ലുകളും എല്ലാ മരങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് സുജൂദ്. അപ്പോൾ ആ ഒരു
കുട്ടിയായിരിക്കെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് നമ്മുടെ റസൂൽ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മഹത്വമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിന് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാൻ നമുക്ക് മടി? പിന്നെ എന്തിനും നമ്മൾ പിന്നോട്ട് നിൽക്കണം? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി ആകാൻ കഴിഞ്ഞു എന്ന് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അയാൾ പറഞ്ഞു, കണ്ടോ ഇതൊക്കെയാണ് ആ പ്രവാചകൻ്റെ അടയാളം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം അയാൾ പിന്നെ പെട്ടെന്ന് ഈ റോമയുടെ ഭാഗത്തു നിന്ന്, ഷാമിൻ്റെ ഭാഗത്തു നിന്ന്, റോമക്കാർ ഭരിക്കുന്ന സ്ഥലമാണല്ലോ, ആ റോമക്കാരായ കുറച്ച് പട്ടാളക്കാർ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇയാൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറച്ചു വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി അവരോട് സംസാരിച്ചു. എന്താ നിങ്ങൾ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഈ പോകുന്ന ഈ വഴിക്കുള്ള ഒരു ഗ്രാമത്തിൽ അറബികളുടെ കൂട്ടത്തിൽ നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട പറയപ്പെട്ട ഒരു പ്രവാചകൻ ഭൂജാതനായിരിക്കുന്നു എന്ന വാർത്ത റോമിന് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയെ എങ്ങനെയും കണ്ടെത്തി കൊല്ലാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ അയച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 3-4 പേരുണ്ടായിരുന്നു. അവരിരുത്തിയിട്ട് ഈ പാതിരി അല്ലെങ്കിൽ ഈ പുരോഹിതൻ അവരോട് സംസാരിച്ചു. അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഈ വഴിക്ക് വിട്ടിട്ടുണ്ടോ? അല്ല, ഞങ്ങളെ തന്നെയാണ് വിട്ടിട്ടുള്ളത്, വേറെ ആരും ഇല്ല എന്ന് ആദ്യം അയാൾ ഉറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മളുടെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? അത് ദൈവം തന്നെ പറഞ്ഞാണോ? ആ, ദൈവം തന്നെ പറഞ്ഞല്ലേ. അങ്ങനെ ദൈവം ഒരു കാര്യം വാഗ്ദാനം ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിനെ പാലിക്കാതിരിക്കുമോ? പാലിക്കാതിരിക്കില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അവൻ ഈ ഭൂലോകത്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ബുദ്ധിപരമായിട്ട് ഇയാൾ സംസാരിച്ചു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ കിതാബിൽ ഒരു നബി വരും, ആ നബി ലോകത്തെ കീഴടക്കും, നമ്മുടെ രാഷ്ട്രങ്ങളെയൊക്കെ തകർക്കും, സത്യവും നീതിയും നടപ്പിലാക്കും എന്നൊക്കെ നമ്മുടെ കിതാബിൽ നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എങ്ങനെ കളവാകാനുള്ള സാധ്യതയുണ്ടോ? പിന്നെ നിങ്ങൾ അയാളെ കൊന്നതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. ഇങ്ങനെ ബുദ്ധിപരമായിട്ട് അവരോട് സംസാരിക്കുകയും അവർ ഭയങ്കര കൺവിൻസ് ആവുകയും ഇയാളിൽ ബയ്യത്ത് ചെയ്ത് ഇയാളുടെ ശിഷ്യന്മാരായിട്ട് അവരവിടെ താമസിക്കുകയും ചെയ്തു. അപ്പം തന്നെ നേരെ ഈ പാതിരി ആ മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക്, ഖുറൈശികളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ വലിയ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അബൂ താലിബ് മുന്നിലേക്ക് വന്നു. എന്താ നിങ്ങളുടെ ബന്ധം? എൻ്റെ മോനാണെന്ന് പറഞ്ഞു. സാധാരണ അബൂ താലിബ് അങ്ങനെ പറയാറുണ്ടായിരുന്നുള്ളൂ, എൻ്റെ മോനെന്നേ പറയാറുള്ളൂ. എൻ്റെ മോനായിരുന്നു പറഞ്ഞു. ഫാദർ പറഞ്ഞു, ഏയ് നിൻ്റെ മോനാകാൻ ഒരിക്കലും വഴിയേ ഇല്ല. കാരണം ഈ കുട്ടിക്ക് ഉപ്പ് ഉണ്ടാവില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉപ്പയില്ലാത്ത കുട്ടിയായിരിക്കും, അതുകൊണ്ട് നിൻ്റെ മോനാകാൻ ഒരു വഴിയില്ല. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരപുത്രൻ, ഞാൻ എൻ്റെ മോനെപ്പോലെയാണ്. ഇപ്പം ശരിയായി. എന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, നീ ഒരിക്കലും ഈ കുട്ടിയുമായിട്ട് ഷാമിലേക്ക് പോകരുത്, അവിടെ ക്രിസ്ത്യാനികൾ റോമക്കാർ ഇവനെ കണ്ടാൽ ഇവനെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് സംസാരിച്ച് അബൂ താലിബിനെ കൺവിൻസ് ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് തിരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മക്കത്തേക്ക് വന്നു. ഇത് 12ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആലോചിക്കേണ്ടത്, മക്കക്കാരായ നേതാക്കളൊക്കെ ഇത് കാണുന്നുണ്ട്. അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടുണ്ടാവും. കാരണം ബഹീറ പോലെയുള്ള വലിയൊരു പാതിരിയാണ് ഇത് പറയുന്നത്. അവർ സ്വാഭാവികമായിട്ട് തിരിച്ചു പോയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഈ കണ്ട കാര്യങ്ങളൊക്കെ അവരുടെ ഭാര്യമാരോട് പറയുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ അത് കാട്ടുതീ പോലെ വക്കത്ത് പരന്നിട്ടുണ്ടാവണം. അപ്പോൾ ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറുക. കാണുന്ന ആളുകളൊക്കെ ആ ബാലൻ ഇങ്ങനെ നോക്കുന്നു, ആ കുട്ടിയെ നോക്കുന്നു, അത്ഭുതം കൂറുന്നു. ഒരു അത്ഭുത ബാലനായിട്ട് എല്ലാവരും കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ചെറുപ്പകാലത്തെ തൻ്റെ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ വില, ആ മഹത്വം, പ്രൗഢി, ഇതൊക്കെ നമുക്ക് നമ്മുടെ സങ്കല്പത്തിലാണ്. അതാ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നൊരു കുട്ടിയുണ്ട്, കാണാതെ പോകുന്ന ഒരു ബാലനുണ്ട്, കാണാതെ പോകുന്ന ഒരു കൗമാരവും യുവത്വമുണ്ട്. അത് നമ്മൾ ഇനി നമ്മുടെ ക്ലാസ് കേട്ടവർക്ക് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം 14 വയസ്സായപ്പോൾ വേറൊരു സംഭവം നടന്നു. ഹർബുൽ ഫിജാർ എന്ന് പറഞ്ഞൊരു യുദ്ധം ഉണ്ടായി. ആ ഹർബുൽ ഫിജാർ ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായ ഖുറൈശി ഗോത്രത്തിൻ്റെ കൂടെ കിനാന ഗോത്രം, ഖുറൈശി ഗോത്രവും കിനാന ഗോത്രവും ഒരു ടീമും, അതേപോലെ തന്നെ ഖൈസ് ഗോത്രവും അവരുടെ ബാക്കിയുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട, അവരുമായി കരാറിൽ ഏർപ്പെട്ട ഗോത്രങ്ങൾ വേറെ ടീം, ഇവർ തമ്മിലാണ് യുദ്ധം ഉണ്ടാകുന്നത്. ഈ യുദ്ധം ഉണ്ടാകുന്നത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമായി അന്ന് മുശ്രിക്കീങ്ങളും കണ്ടിരുന്ന ഹറാമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളിൽ ഒരു മാസത്തിലാണ് ഈ യുദ്ധം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഹർബുൽ ഫിജാർ, കുറ്റകൃത്യത്തിൻ്റെ യുദ്ധം എന്നറിയപ്പെടുന്നത്. അതായത് ഇതിലൂടെ അവരൊരു കുറ്റകൃത്യം ചെയ്യുമായിരുന്നു. യുദ്ധം പാടില്ലാത്ത സ്ഥലത്ത് പാടില്ലാത്ത മാസത്തിൽ അവർ യുദ്ധം ചെയ്തു എന്നതുകൊണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൽ ആദ്യം ഖുറൈശികൾക്ക് പ്രതികൂലമായിട്ടായിരുന്നു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഖുറൈശികൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. ഈ യുദ്ധത്തിൽ 14ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ രീതിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി തങ്ങൾ മോശത്തരത്തിലൊന്നും കൂടൂല, സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടുകളിലൊന്നും ഇടപെടൂല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു സങ്കല്പം, ഒരു വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന അയ്യോ പാവായ ഒരു ഇൻട്രോവേർട്ടായ, ഇടപെടാത്ത, സമൂഹത്തിൽ അങ്ങനെ ഒന്നും മിങ്കിളാകാത്തൊരു കുട്ടിയുണ്ടല്ലോ, ഫ്ലാറ്റ് കുട്ടി നമ്മൾ സാധാരണ നമ്മുടെ ഇടയിൽ പറയാം. ഫ്ലാറ്റിൽ മാത്രം വളർന്ന് ഒരു സൂര്യ വെളിച്ചം പോലും കാണാൻ ഭാഗ്യമില്ലാത്തവരായിട്ട് ജീവിക്കുന്ന ആൾ, ഫ്ലാറ്റ് കുട്ടി. അങ്ങനെ ഒരു ഫ്ലാറ്റ് കുട്ടി ആയിരുന്നില്ല ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിരുന്നു. അപ്പോൾ നബി തങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? ഈ 14 വയസ്സിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ലെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൊച്ചാപ്പമാർക്ക്
അവർക്ക് എയ്യാനുള്ള അമ്പുകൾ റെഡിയാക്കി കൊടുക്കുമായിരുന്നു. അതേപോലെ അവർക്കെതിരെ വരുന്ന അമ്പുകൾ നിലത്ത് വീണാൽ അതൊക്കെ എടുത്ത് രണ്ടാമത് കൊച്ചാപ്പന്മാർക്ക് കൊണ്ടു കൊടുക്കുന്ന പണിയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് ചെയ്തിരുന്നു. അപ്പം നബി തങ്ങൾ 14-ാമത്തെ വയസ്സിൽ പങ്കെടുത്ത യുദ്ധം ഏതാന്നുള്ള ചോദ്യം വന്ന് എന്താ പറയുന്നത്? ഹർബുൽ ഫിജാർ. എന്തുകൊണ്ട് ഫിജാർ എന്ന പേര് വന്നു? 4 വട്ടമാണ് ടോട്ടൽ അറബികൾ അല്ലെങ്കിൽ ഖുറൈശികൾ ഈ ഹറാമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ യുദ്ധം ചെയ്തു. അതിൽ 4-ാമത്തതാണിത്. അതിന് മുമ്പ് 3 പ്രാവശ്യം അങ്ങനെ അവർ കരാർ ലംഘിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതിൽ 4-ാമത്തതാണ് ഇത്. അപ്പോൾ അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വലിയൊരു സംഭവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കാളിയായി. അത് ഹെൽഫുൽ ഫുദൂൽ എന്നറിയപ്പെടുന്ന ഉടമ്പടി, ഫുദൂലിൻ്റെ ഉടമ്പടി, ഫുദൂലിൻ്റെ കരാർ എന്നറിയപ്പെടുന്ന ഒരു കരാറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചു. എന്തായിരുന്നു ആ സംഭവം? അന്ന് യമനിലെ സുബൈദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ആസിബിന് വായിൽ എന്ന് പറഞ്ഞ ശത്രുക്കളുടെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ വളരെ മോശപ്പെട്ട ഒരാളുണ്ട്. പിന്നീട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തുമായിട്ട് വന്നപ്പോഴും നബി തങ്ങൾ ഒരുപാട് ഇടങ്ങേറാക്കിയ, നബി തങ്ങൾ ഒരുപാട് ദ്രോഹിച്ച ഒരാളാണ് ഈ ആസിബിന് വായിൽ. അയാളുമായിട്ട് ഈ സുബൈദ് എന്ന് പറഞ്ഞ സുബൈദുകാരൻ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വന്നു, മക്കത്ത് വന്നു. ഈ ആസിബിന് വായിലുമായിട്ട് കച്ചവടത്തിൽ ഏർപ്പെട്ട് അയാൾക്ക് സാധനങ്ങളൊക്കെ വിറ്റു. ആസിബിന് വായിൽ തിരിച്ച് അയാൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ല, അഹങ്കാരം കാണിച്ചു. നീ കയ്യും പോലെ വാങ്ങിക്കോ, അങ്ങനെ ഉണ്ടല്ലോ, നീ കയ്യും പോലെ വാങ്ങിക്കോ, സ്വാധിക്കും പോലെ വാങ്ങിക്കോ, ഞാൻ തരൂല എന്ന് പറഞ്ഞു. ഇയാൾ ഈ ആസിബിന് വായിലിൻ്റെ കുടുംബത്തോടും ആ കുടുംബത്തുമായി കരാറിൽ ഏർപ്പെട്ട ബാക്കിയുള്ള ഖുറൈശി കുടുംബത്തോടൊക്കെ സഹായം ചോദിച്ചു. ആരും സഹായിക്കാൻ വേണ്ടി തയ്യാറല്ല. ആസിബിന് വായിൽ അത്രയും പ്രമാണിയാണ്, നേതാവാണ്. അത് നീയായി നിൻ്റെ പാടായി, ഞങ്ങൾ ഇടപെടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ വിഷമത്തിൽ അബൂ ഖുബൈസ് എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട് മക്കത്ത്, കാബയുടെ അടുത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മലയുണ്ട്. ഇപ്പോൾ കുറേ കാലത്ത് ഇടിച്ച് നിരത്തി അവിടെ ബിൽഡിങ്ങുകളൊക്കെ വന്നു. അബൂ ഖുബൈസ് മലയുടെ മുകളിൽ കയറിയിട്ട് അയാളൊരു പാട്ട് പാടി, യാ ആല ഫിഹ്രിൻ ലിമദ്ലൂമിൻ ബിളാഅതഹു ബിബത്നി മക്കതന ഇദ്ദാരി വന്നഫരി വമുഹ്രിമുൻ അശ്ആസു ലം യഖ്ലി ഉംറതഹു യാ ലർരിജാലി വബൈനൽ ഹിജ്രി വൽ ഹജരി എന്ന് തുടങ്ങുന്ന ഒരു പദ്യം പാടിയിട്ട് അയാൾ സഹായം ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മീഡിയ എന്താ? പദ്യമായിരുന്നു. ആ പദ്യം കൊള്ളണ്ടെടുത്തുകൊണ്ട് അപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചാപ്പയായ ഉപ്പയുടെ സഹോദരനായ അബ്ദുൽ മുത്തലിബിനായ സുബൈർ എന്നവർക്ക് ഇത് താങ്ങാൻ കഴിഞ്ഞില്ല. നമ്മൾ സുബൈർ ബിൻ അവ്വാമല്ല, തങ്ങളുടെ കൊച്ചാപ്പ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബിന് ഇത് താങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ ചാടി എഴുന്നേറ്റു. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ മാലിഹാദ മത്രൂഖ്, അദ്ദേഹം പറഞ്ഞു ഇവനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അവകാശം തിരിച്ചു കൊടുക്കാതെ ഇവനെ നമ്മൾ തിരിച്ചയക്കൂല, ഇവൻ്റെ അവകാശം നമ്മൾ തിരിച്ചു കൊടുക്കുന്ന അയാൾ അവിടെ തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ബനു ഹാഷിം, സുഹറ, ബനു തമീം എന്ന് പറഞ്ഞ ഗോത്രക്കാരൊക്കെ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ, ഓർമ്മ വെക്കണേ, അബ്ദുല്ലാഹിബ്നു ജദ്ആൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അവിടെ നിന്നൊരു പ്രതിജ്ഞ എടുത്തു, ഒരു കരാറിൽ, ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഏത് ആക്രമിക്കപ്പെട്ട ആളാണെങ്കിലും മക്കയിൽ വന്നയാൽ ഒരു ആക്രമണത്തിന് ഇരയായാൽ അത് ആരാന്ന് നോക്കാതെ, നമ്മുടെ കുടുംബമാണോ, അപ്പുറത്തെ കുടുംബമാണോ, ഖുറൈശിയാണോ, ഹാഷിമിയാണോ എന്നൊന്നും നോക്കാതെ അക്രമിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കും. പ്രശ്നമുണ്ടെന്നില്ല, ആക്രമിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽ നമ്മൾ നിൽക്കും എന്നവർ പ്രതിജ്ഞ ചെയ്തു. ആക്രമിക്കപ്പെട്ടവൻ്റെ ആ അവകാശം വാങ്ങിക്കൊടുക്കുന്നവരെ നമ്മൾ അവനക്ക് വേണ്ടി പോരാടും എന്നവരൊരു പ്രതിജ്ഞ ചെയ്തു. ഇതാണ് ഹെൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. അപ്പം തന്നെ അവരിറങ്ങിപ്പോയി ആസിബിന് വായിലിൻ്റെ അടുക്കൽ, അത്രയും വലിയ പ്രമാണിയായിട്ട് പോലും അയാളുടെ അടുക്കൽ നിന്ന് ഈ പറയപ്പെട്ട പാവപ്പെട്ട സുബൈദയുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഉടമ്പടി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇത് വലിയ പ്രധാനികൾ, തങ്ങളുടെ കൊച്ചാപ്പയെ പോലെയുള്ള ആളുകൾ ഇടപെട്ട് നടത്തുന്ന വലിയ ആസിബിന് വായിലിനെ പോലെയുള്ള ഒരാൾക്കെതിരെ നടത്തപ്പെടുന്ന ഒരു വലിയ ഉടമ്പടിയാണ്, കരാറാണ്. അപ്പം അന്നത്തെ കാലത്ത് ആ സമയത്ത് വളരെ പയ്യനായി നടക്കുന്ന, ചെറുപ്പക്കാരനായി നടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ നബി തങ്ങൾ അത്രയും ആ കാലത്ത് നടക്കുന്ന ഓരോ സംഭവം, അപ്പോൾ നമുക്ക് പലപ്പോഴും വരുന്ന ഒരു തെറ്റിദ്ധാരണ, പലപ്പോഴും നമ്മുടെ മനസ്സിൽ നബി തങ്ങളെക്കുറിച്ചുള്ള ചിത്രം ഒരു ഇൻട്രോവേർട്ടിൻ്റെ ചിത്രമാണ്. യുദ്ധം വരുമ്പോൾ, ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ റസൂൽ അവിടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ദുആ ചെയ്ത് കഴിയും. അതായത് ഒരു ആക്റ്റീവായ മനുഷ്യനായിട്ട്, ഒരു ആക്റ്റീവായ ഒരു മഹാനായിട്ട് കാണാൻ നമുക്ക് ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നബി തങ്ങൾ ഇവിടെയൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. സമൂഹത്തിൽ നടന്നിരുന്ന ഈ പ്രശ്നം നബി തങ്ങൾ നോക്കിക്കണ്ടു. അതിന് ഖുറൈശികൾ എന്ത് സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ജദ്ആൻ്റെ വീട്ടിൽ നടക്കുന്ന ഈ ഉടമ്പടിയിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പങ്കെടുത്തു. ആ 14-15 വയസ്സ് പ്രായമുള്ള സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അതിനെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ്റെ വീട്ടിൽ ഒരു ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അഥവാ മുസ്ലിമായതിനു ശേഷവും എന്നെ അങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക്, കരാറിലേക്ക് വിളിക്കപ്പെട്ടാൽ ഞാൻ അതിന് മറുപടി നൽകി പോയി കരാറിൽ പങ്കെടുക്കുമായിരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ്റെ വീട്ടിൽ ഒരു ഉടമ്പടിയിൽ പങ്കെടുത്തു. അഥവാ അതിനെ നിരസിച്ചാൽ,
അതിന് എതിര് നിന്നാൽ നിനക്ക് ഞാനൊരു ചുവന്ന ഒട്ടകത്തെ തരാമെന്ന് ആരെങ്കിലും എനിക്ക് ഓഫർ ചെയ്താലും ഞാനത് സ്വീകരിക്കില്ല, മറിച്ച് ഞാൻ ആ കരാറിൽ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇൻട്രോവേർട്ട് ആയിരുന്നില്ല, മറിച്ച് ഇടപെടേണ്ട വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നു. എല്ലാത്തിലും ഇടപെട്ട് ചിലവാക്കൂലായിരുന്നു, കുളവാക്കൂല. എല്ലാ മെസ്സേജിനും റിപ്ലൈ, എല്ലാ മെസ്സേജിനും കമൻറ്റ്, എല്ലാ കമൻറ്റിനും മറുപടി, അതിന് പിന്നെ വേറെ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇമോജിയെങ്കിലും ഇട്ട് ആകെ കുളവാക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ആവശ്യമുള്ളതിലൊക്കെ ഇടപെടുമായിരുന്നു, ആവശ്യമുള്ളതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അന്നത്തെ ഖുറൈശികൾ പോലും എതിരെ നിന്നത് മദ്ലൂം, ഉപദ്രവിക്കപ്പെട്ടവൻ, ആക്രമിക്കപ്പെട്ടവൻ്റെ കൂടെയാണ് ഖുറൈശികൾ നിന്നത്. അക്രമത്തിനെതിരെയാണ് ഖുറൈശികൾ നിലകൊണ്ടത്. ആ അക്രമത്തിനെതിരെ നടത്തിയ ഒരു ഉടമ്പടി ആയതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പൊക്കിപ്പറഞ്ഞത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് അക്രമം ചെയ്യുന്ന, ദുൽമ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ മനസ്സിൽ ദുൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഫലസ്തീനിൽ ഇസ്രായേൽ കാണിക്കുന്നതാണ് ദുൽമ്. അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കെതിരെ കാണിച്ചു കൂട്ടുന്ന അനീതി, അക്രമങ്ങളൊക്കെ നമുക്ക് ദുൽമ്, അക്രമം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എത്തുന്നത് അങ്ങനെയല്ല. അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ക്രമത്തിൻ്റെ നേരെ ഓപ്പോസിഷൻ അക്രമം. ക്രമമായി ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ആ ക്രമത്തിലൂടെ, ആ ശരിയായ റൂട്ടിലൂടെ അല്ല ചെയ്തതെങ്കിൽ അതിന് അക്രമം എന്നാണ് പറയുക. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കീഴിലുള്ളവർ, നമ്മുടെ സഹോദരിമാർ, പലപ്പോഴും സഹോദരിമാരോടൊക്കെ ചെറുപ്പകാലം മുതലേ നമ്മൾ ഒരുപാട് അക്രമങ്ങൾ ചെയ്തവരായിരിക്കും. അവരെ അടിച്ചിട്ടുണ്ടാവും, നമ്മുടെ കയ്യൂക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മമാർ, നമ്മൾ അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്നൊക്കെ പറയുന്നില്ലേ, അക്രമം, ഇതൊക്കെ അക്രമത്തിൽപ്പെട്ട്, ഇതൊക്കെ ദുൽമിൽപ്പെട്ട് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. നമ്മളുടെ കീഴിലുള്ള ബലഹീനരായ ആളുകളോട് ക്രമമായി ചെയ്ത്, നമുക്ക് ചിലപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും, നമ്മൾ നല്ല ഉറക്കം മൂടിലായിരിക്കും, നമുക്ക് ഒരുപാട് അപ്പോഴായിരിക്കും ഭാര്യ എന്തെങ്കിലും കാര്യം എന്ന് പറയാം. അപ്പം നമ്മുടെ ഉറക്കവും ക്ഷീണമൊക്കെ നമ്മൾ ഹൗ എന്നൊക്കെ പറഞ്ഞ് അവളുടെ മേത്ത് തീർക്കുകയാണെങ്കിൽ അത് അക്രമമാണ്, ദുൽമാണ്. ശ്രദ്ധിക്കണം. കാരണം ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞാനും എൻ്റെ പെങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ വഴക്കുണ്ടാകുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം പെങ്ങളെക്കാട്ടി ശക്തിയും കരുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് അവളെ നന്നായിട്ട് അടിക്കുകയും അവളെ മറിച്ചിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കി കഴിഞ്ഞ ഉടനെ വാപ്പ ഉസ്താദ് വിളിച്ചിട്ട് ഉപദേശിക്കുവാനോട് പറയുമായിരുന്നു, അദ്ദുലുമു ദുലുമാത്തുൻ യൗമൽ ഖിയാമ. ചില അക്രമങ്ങൾ അത് നാളെ ഖിയാമത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ചില അക്രമങ്ങൾ അത് നാളെ ഖിയാമത്ത് നാൾ ദുലുമാത്ത്, ഇരുണ്ടതായിട്ട്, അല്ലേ, അന്ധകാരമായിട്ട് വരും. ദുലുമാത്ത്, അല്ലേ, രാത്രിയുടെ ഇരുളിനാണ് ചില ദുലുമ് എന്നൊക്കെ പറയും, ദുലുമാത്ത് എന്ന് പറയുക. ചില അക്രമങ്ങൾ ഇവിടെ നമ്മൾ കാണിക്കുന്ന നാളെ ഖിയാമത്ത് നാളിൽ ദുലുമാത്തായിട്ട്, ഇരുണ്ട അന്ധകാരമായിട്ട് നിന്നെ പിന്തുടർന്ന് വരുമെന്ന് നമ്മൾ അന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും അക്രമകാരി എന്ന് പറയുമ്പോൾ നെതന്യാഹുവിനെയും അങ്ങനെയുള്ള ആളുകളെ അല്ല അള്ളാഹു പിടിക്കുക. അക്രമകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ അയൽവാസികളോട് കാണിക്കുന്ന അക്രമങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ വഴി വെട്ടിപ്പിടിക്കുക, അവരുടെ സ്ഥലം കയറ്റിയെടുക്കുക, അവർക്ക് വെളിച്ചവും കാറ്റും വരാത്ത രീതിയിൽ നമ്മളുടെ ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന ചെറിയ ഒരാളുടെ പെൻസിലെടുത്തു, പേനെടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അക്രമം ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. രണ്ടാമത്, അക്രമത്തോട് നമ്മൾ കൂട്ട് നിൽക്കരുത്. ആക്രമിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽ മാത്രമേ നമ്മൾ നിൽക്കാൻ കഴിയൂ. നമ്മുടെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായാൽ രണ്ട് കാര്യം. ഒന്ന് എന്ന് പറഞ്ഞാൽ അക്രമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാപാക്കിയാണ്. ഇന്നി ഹറംതു ദുൽമ അലയ്യ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മേൽ ഞാൻ ദുൽമിനെ ഹറാമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പല പാപത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മേൽ ഞാൻ ഹറാമാക്കി എന്ന് പറഞ്ഞൊരു പാപം ചിലപ്പോൾ ദുൽമായിരിക്കും. എൻ്റെ മേൽ ഞാൻ ദുൽമിനെ ഹറാമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ദുൽമ ചെയ്യരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്. ദുൽമ് വലിയ പാപം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരാളോട് ഇങ്ങനെ ദുൽമ ചെയ്തു, നമ്മുടെ സഹോദരനെ നമ്മൾ വേണ്ടാണ്ട് അടിച്ചു, നമ്മുടെ ഭാര്യയോട് നമ്മൾ നമ്മുടെ കയ്യൂക്ക് പ്രകടിപ്പിച്ചു, അവൾ കരഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്തെങ്ങാണം മദ്ലൂമിൻ്റെ ഹൃദയത്തിൽ നിന്ന്, നാവിൽ നിന്നൊരു പ്രാർത്ഥന പുറപ്പെട്ടാൽ, വദഅവത്തുൽ മദ്ലൂം ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, അവൻ കാഫിറാണെങ്കിലും ശരി, മുശ്രിക്കാണ്, നമ്മുടെ അപ്പുറം കട നടത്തുന്ന ഒരു അവിശ്വാസി, നമ്മൾ അയാളോടൊരു അക്രമം കാണിച്ചു, ഓൻ അവിശ്വാസമല്ല, കെട്ടക്കെട്ട് രണ്ട് പണി ഓനിക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പണി ചെയ്ത് അവനാവശ്യമായ പരാതി കൊടുത്ത് അയാളെ പേപ്പർ വർക്കിൽ കുടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒപ്പിട്ടാൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അവന് മുശ്രിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവനോട് അക്രമം ചെയ്താൽ, ആ സമയത്ത് അവൻ്റെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന, പടച്ചോനെ ഇവനെ നശിച്ചു പോട്ടെ എന്നങ്ങനെ അവൻ പ്രാർത്ഥിച്ചാൽ, ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആ ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയില്ല, പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നതാണ്. നമ്മൾ വോയിസ് ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചതുപ്പ് സ്ഥലത്തൂടെ, ചെളി പ്രദേശത്തൂടെ ഇങ്ങനെ നടന്നു പോകായിരുന്നു. അപ്പോൾ എതിര് ഭാഗത്ത് പണ്ട് ഇസ്ലാമിക രാജ്യത്ത് പണ്ട് കാലത്ത് നടന്നൊരു സംഭവം, അറബ് രാജ്യത്ത്.
അപ്പോൾ ഒരു പ്രമാണിയായ ഒരാളും അയാളുടെ ഭാര്യ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ ഭാര്യ സർവ്വവിധ ഉടയാടകളും അണിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പ്രൗഢിയോടുകൂടി ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഇവരിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് എത്തിയ സമയം അയാളിങ്ങനെ വരുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു. ഈ പാവപ്പെട്ട മനുഷ്യൻ ആ ചതുപ്പ് സ്ഥലത്ത് ചവിട്ടിയത് കുറച്ച് അമർത്തി ചവിട്ടിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചളി പ്രദേശം ചവിട്ടിയാൽ ചളി തെറിക്കുമല്ലോ. ഈ ചളി കുറച്ച് തെറിച്ചിട്ട് ഈ പ്രമാണിയുടെ ഭാര്യയുടെ വസ്ത്രത്തിലൊക്കെ ആയിപ്പോയി. അപ്പോൾ അവളുടെ കൂടിയ വസ്ത്രം ഇങ്ങനെ മോശമായപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചു. അവൾ തൻ്റെ ഭർത്താവിനോട് പരാതി പറഞ്ഞു, ആ വയസ്സായ പ്രായമായ മനുഷ്യൻ്റെ മേത്തൊക്കെ ചളിയാക്കി, നിങ്ങളൊന്ന് ഇടപെട്ട അയാളൊന്ന് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞു. ഇയാൾ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ചു വന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു അടി കൊടുത്തു മുഖത്ത്. അടി കൊണ്ട് ഈ മനുഷ്യൻ ചളിയിലേക്ക് വീണു. മുഖം കുത്തി വീണ് ഇയാൾ വളരെ വേദനയോട് വിഷമത്തോടെ ആരാ തന്നെ ഇങ്ങനെ ചെയ്തതെന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പ്രമാണിയായ മനുഷ്യൻ കയ്യൂക്കുള്ള ആൾ. തിരിച്ചയാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. അയാൾ എന്ത് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി എന്തോ ഇങ്ങനെ പിറുപിറുത്തു, എന്തോ പറഞ്ഞു. അത് ഇവരാരും കേട്ടില്ല. അങ്ങനെ അയാൾ നടന്നുപോയി, ഇവർ നടന്നുപോയി. ഈ പ്രമാണിയായ മനുഷ്യൻ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ കയറുന്നതിനിടയിൽ വീട്ടിൻ്റെ പടിയിൽ കാല് തട്ടി നമ്മുടെയൊക്കെ ഒന്ന് പറഞ്ഞ് മറിഞ്ഞു വീണു. മർമ്മത്തിൽ തന്നെ പോയി തറച്ചു. തലയുടെ മർമ്മത്തിൽ തന്നെ പോയി നിലത്ത് കൊണ്ടു. അയാളപ്പം തന്നെ മരിക്കുകയും ചെയ്തു. ഈ ഭാര്യ വല്ലാതെ ബേജാറായി. ആ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഭാര്യ നേരെ ഇസ്ലാമിക കോടതിയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഇന്നയാൾ മാരണം ചെയ്ത് സിഹർ ചെയ്ത് കൊന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഭർത്താവ് അയാളെ അടിച്ചപ്പോൾ, സിഹർ ചെയ്യുക എന്നുള്ളത് വൻ പാപമാണല്ലോ. എൻ്റെ ഭർത്താവ് അയാളെ അടിച്ചപ്പോൾ അയാൾ ആകാശം നോക്കി എന്തൊക്കെയോ പിറുപിറുത്ത്. അത് സിഹറുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വാചകളും മന്ത്രങ്ങളും അയാൾ ഉച്ചരിച്ചാണ്. അയാൾ എൻ്റെ ഭർത്താവിനെ മന്ത്രം ചൊന്നു. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അങ്ങനെ പെട്ടെന്ന് പടി തട്ടിയിട്ട് വീഴേണ്ട ആളോ പെട്ടെന്ന് മരിക്കേണ്ട ആളോ അല്ല, നല്ല ആരോഗ്യവാനാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ സിഹർ എന്ന വൻപാപം ചെയ്ത് കൊന്ന ഇയാൾക്കെതിരെ നിങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് കാളിക്ക് പരാതി കൊടുത്തു. കാളി ആ പാവപ്പെട്ട മനുഷ്യനെ വിളിച്ച് ചോദിച്ചു, എന്താ ചെയ്തത്? എന്താ നീ ആകാശത്ത് നോക്കി പറഞ്ഞത്? സിഹറിൻ്റെ എന്തെങ്കിലും വാക്കുകൾ ഉത്തരിച്ചു? നീ എന്ത് മന്ത്രം പറഞ്ഞു? ഇങ്ങനെ ഒരു പരാതി നിനക്കെതിരെ വന്നിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞു, ഞാൻ ചളിയിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചിങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരിക്കലും പ്രതികാരം സ്വീകരിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. ഞാൻ അറിഞ്ഞുകൊണ്ട് അവരുടെ മേത്ത് ചളി വെള്ളം ചെറുപ്പിച്ചതുമല്ല. അപ്പോൾ അയാൾ എന്നോട് ചെയ്ത അക്രമമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആ അക്രമത്തിന് തിരിച്ചെനിക്ക് പ്രതികാരം ചെയ്യാനും കഴിയുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ റബ്ബിനോട്, അയാൾ പറഞ്ഞു, എൻ്റെ റബ്ബിനോട് നേരെ ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ സ്നേഹഭാഷയിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഖദ് അറൈതനി ഖുവ്വതഹു അലിയ. പടച്ചവനെ, ഈ മനുഷ്യന് എൻ്റെ മേലുള്ള ശക്തി നീ എനിക്ക് കാണിച്ചു തന്നു. അയാൾക്ക് എത്രമാത്രം എൻ്റെ മേൽ ശക്തിയുണ്ട് എന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. ഫഅരിനി ഖുവ്വതക അലൈഹി. ഇനി അവൻ്റെ മേലുള്ള നിൻ്റെ ശക്തിയെ നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അള്ളാഹിനോട് പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? ഈ മനുഷ്യന് എൻ്റെ മേലുള്ള ശക്തിയെ നീ എനിക്ക് കാണിച്ചു തന്നു. ഒരടി കൊണ്ടു. എനിക്ക് മനസ്സിലായി ഇവനിക്ക് എത്രമാത്രം ശക്തിയുണ്ട്. ഇനി നിനക്ക് അവൻ്റെ മേലെ എത്ര ശക്തിയുണ്ട് അതുകൂടി നീ എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. കാളി പെട്ടെന്ന് ആ പെണ്ണിനെ വിളിച്ചു, രഹസ്യമായി മാറ്റി നിർത്തി. എന്നിട്ട് ആ പെണ്ണിൻ്റെ ചെവിയിൽ പറഞ്ഞു, പെട്ടെന്ന് തന്നെ കേസ് പിൻവലിച്ചിട്ട് നീ തിരിച്ചു പോയിക്കോ. കാരണം ഇഷ്തകൈതീഹി ഇല ഹബീബക്കി ഫലതമഹു. നീ നിൻ്റെ പ്രിയപ്പെട്ടവനോട് അവനെക്കുറിച്ച് പരാതിപ്പെട്ടു. നിൻ്റെ പ്രിയപ്പെട്ടവൻ ഇടപെട്ടു. ആ ഇടപെടൽ ഒരടിയിലങ്ങ് തീർന്നു. ഫഷ്തകാഹു ഇല ഹബീബിഹി ഫഖതലഹു. അതേസമയം അവൻ്റെ പ്രിയപ്പെട്ടവനോട് നിന്നെക്കുറിച്ച് പരാതിപ്പെട്ടു. അവൻ്റെ പ്രിയപ്പെട്ടവൻ ചില്ലറക്കാരനല്ല, ജബ്ബാറായ റബ്ബാണ്. അവൻ്റെ ഇടപെടൽ ചില്ലറ ഇടപെടലല്ല. അവൻ ഇടപെട്ടപ്പോൾ ഒരടിയിൽ തീരൂല. കാരണം ജബ്ബാറാണ്. ആ ഇടപെടലാണ് അവൻ്റെ കൊലയിൽ കലാശിച്ചത്. അല്ലാണ്ട് ഈ മനുഷ്യൻ സിഹർ ചെയ്തു എന്നല്ല. അതുകൊണ്ട് ഇനിയും ആ ഹബീബ് നിൻ്റെ ഈ കളി കൊണ്ട് അവൻ്റെ വിഷയത്തിൽ ഇടപെടെങ്കിൽ നിൻ്റെ ജീവനെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേസ് പിൻവലിച്ചിട്ട് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ദഅവത്തുൽ മദ്ലൂം ലൈസ ബൈനഹു വബൈന അല്ലാഹി ലൈസ ബൈനഹ വബൈന അല്ലാഹി ഹിജാബ്. ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ ഇടയിൽ ഒരു മറയില്ല. പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കൂല. പണ്ട് ഹാറൂൺ റഷീദിൻ്റെ കാലഘട്ടത്ത് ഭരണത്തിൻ്റെ ഉന്നത നിലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ കഴിഞ്ഞവരായിരുന്നു ബറാമിക്ക കുടുംബം. അവർ ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് ഒരുപാട് വർഷക്കാലം ഭരിച്ചത് അവരാണെന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിമാരായിരുന്നു, പക്ഷേ ഭരണത്തിൽ അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു. ഹാറൂൺ റഷീദ് അവരുടെ ഉപ്പയെ ഈ ബറാമിക്ക കുടുംബത്തിലെ മെയിൻ ആൾ അബി എന്നാണ് വിളിച്ചിരുന്നത്. ബാക്കിയുള്ള മക്കളെയൊക്കെ സഹോദരന്മാരെ പോലെയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ഹാറൂൺ റഷീദിന് അവരോട് ഭയങ്കര ദേഷ്യമായി. ഒറ്റ രാത്രി കൊണ്ട് ആ കുടുംബത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ഹാറൂൺ റഷീദ് കൊന്നൊടുക്കി. എന്നിട്ട് അവസാനം ഈ ഉപ്പയും മോനെയും ജയിലിലടക്കുകയും ചെയ്തു. ജീവനോടെ ബാക്കിയുണ്ടായിരുന്ന ഉപ്പയും മോനെയും ജയിലിലടച്ചു. ഈ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ അവർ ഒരു കഴിഞ്ഞിരുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമകളായിരുന്നു അവർ. ഒരുപാട് മണിമന്ദിരങ്ങൾ പണിതിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട് അവർ. പെട്ടെന്നൊരു രാത്രി കൊണ്ട് അവർ ജയിലിലായപ്പോൾ മകൻ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ എന്ത് പറ്റിയത്? നമ്മളങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഈ ജയിലിലേക്ക് എത്തിയെന്ന് ചോദിച്ചപ്പം ആ വാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്, മകനെ, ഇന്നഹ ദഅവതു മദ്ലൂം സറത് ബിലൈലിൻ ഗഫൽന അൻഹ വലം യഗ്ഫരില്ലാഹു അൻഹ. അത് രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയ ആക്രമിക്കപ്പെട്ട ചില ആളുകളുടെ ദുആയുടെ ഫലമാണിത്.
നമ്മൾ പലരോടും നമ്മൾ വലിയ വലിയ സ്ഥാനത്തെക്കുമ്പോൾ പലരോടും അതിക്രമം ചെയ്തിട്ടുണ്ട്. ആ അക്രമം പ്രവർത്തിക്കപ്പെട്ടവരുണ്ടല്ലോ, നമ്മളുടെ കൈകളാൽ അക്രമം, അവർ രാത്രിയുടെ ഇരുൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പലതും പരാതിപ്പെട്ടു. ഗഫൽന അൻഹ, നമ്മളത് ശ്രദ്ധിക്കാണ്ട് കിടന്നു തുടങ്ങി. വലം യഗ്ഫരില്ലാഹു അൻഹ, പക്ഷെ അള്ളാഹു ഒരിക്കലും അതിനെ തൊട്ട് അശ്രദ്ധവാനാകുകയില്ല. അവൻ പ്രതികരിക്കും, പ്രതികാരമെടുക്കും. അവൻ പ്രതികാരമെടുത്തതിൻ്റെ അസർ, ആ ദുആക്കളുടെ അസറാണ് നമ്മൾ ഈ കാണുന്നത്. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് ചെയ്തത്. അവരെയും അദ്ദേഹം പിന്നീട് കൊന്നു കളയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പെങ്ങന്മാരായിരിക്കും, പക്ഷെ നമ്മുടെ ഭാര്യമാരായിരിക്കും, അവരാക്രമിക്കപ്പെട്ട അവസ്ഥയിൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിന്ന് എങ്ങാനും ഒരു ദുആ വന്നു പോയാൽ അത് സ്വീകരിക്കപ്പെടും. നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു ഉസ്താദെ, പെട്ടെന്ന് ആ രോഗം വന്നത്, പിന്നെ എല്ലാം തകർന്നു പോയി. എന്താ അതിൻ്റെ പിന്നിൽ? നമ്മൾ പറയും പിന്നെ സിഹറാണ്, ജിന്നാണ്. സിഹറും ജിന്നും എന്നല്ല, ദഅവത്തു മദ്ലൂം സറത്ത് ബിലൈലിൻ, രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ച നമ്മൾ ചിലപ്പോൾ ഭാര്യയെ കരയിപ്പിച്ച് അവളെ വിഷമിപ്പിച്ചിട്ടായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. നമ്മളത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ പിന്നെ നമ്മൾ കൂളായിട്ട്, പക്ഷെ ആ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ നിന്നാണ്, അവൾ അങ്ങനെ ദുആ ചെയ്യില്ല, അള്ളാഹു കാക്കട്ടെ നമ്മളെ. എന്നിരുന്നാലും ആ സമയത്ത് അവളുടെ മനസ്സിൽ നിന്നൊരു ദുആ പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണത്. ആ ദുആ ആയിരിക്കും പിന്നീട് രോഗമായിട്ട് നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയോട് നമ്മൾ ചെയ്ത ദുൽമായിരിക്കും. ആ ദുൽമിൻ്റെ സമയത്ത് അവൻ അറിയാതെ, അല്ലെങ്കിൽ ഒരു പേപ്പർ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവൻ കിടന്ന് ഓടിയ ഓട്ടം, ആ ഓട്ടത്തിനിടയിൽ അവൻ ആകാശത്ത് അല്ലാഹുവേ എന്നൊന്ന് വിളിച്ചിട്ടുണ്ടാവും. ആ വിളിച്ച ദുആയിരിക്കും പിന്നീട് നമ്മളെന്താ പറയും, എന്തൊക്കെ ചെയ്തു ഉസ്താദ്, എന്തൊക്കെ ചികിത്സ ചെയ്തു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, പെട്ടെന്നാണ് എനിക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള പല പ്രശ്നത്തിൻ്റെയും പ്രതികൂല അതിൻ്റെ എന്താ പറയുക, അള്ളാഹുവിൻ്റെ ഇടപെടലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് പ്രധാനമായിട്ടും ദുൽമിൻ്റെ കാഠിന്യത, ദുൽമിൻ്റെ ഗൗരവം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന 20 വയസ്സൊക്കെ കഴിഞ്ഞ് 25ാമത്തെ വയസ്സാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നുണ്ട്. എന്താ? വീണ്ടും നമ്മളൊരു വിവാഹ വിശേഷണങ്ങളിലേക്ക് കിടക്കുകയാണ്. ഐഷ ബീബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചും അവിടെ ആ മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തപ്പോഴുണ്ടായ നല്ല അവസ്ഥകളെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞു, ആവേശം കൊണ്ടു. ആ ആവേശം തണുക്കുന്നതിന് മുമ്പ് അടുത്ത വിവാഹ വിശേഷണങ്ങളിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് കടക്കുകയാണ്. അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെയൊക്കെ ഉമ്മ, ആ ഉമ്മയെ വിവാഹം കഴിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിവാഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അവരാദ്യം കാണുന്നത്, പരിചയപ്പെടുന്നത്, ഖദീജ ബീവിയുടെ മനസ്സിൽ ഇഷ്ടം തോന്നുന്നത്, അതിനുശേഷം വിവാഹം കഴിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് അടുത്ത ക്ലാസ് വളരെ ആവേശത്തോടുകൂടി എല്ലാവരും കാത്തിക്കുക. അതെടുക്കാനും പറയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.